മഴത്തോരും മുമ്പേ സീരിയലിൽ ഉടൻ തന്നെ വരാനായിട്ട് പോകുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അലീന തന്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും ഒപ്പം സന്തോഷങ്ങളുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന കടപ്പാട്ടൂർ വീടിനോട് വിട പറഞ്ഞു. കാർ ഇപ്പോൾ കുളത്തൂർ പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു വേദന ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുകയാണ്. പക്ഷേ അത് ജീവിച്ചേ പറ്റൂ. ഹൃദയത്തെ കുത്തി നോവിക്കുന്ന വേദനകൾക്കിടയിൽ അവൾ കണ്ണുകൾ അടച്ച് സീറ്റിന്റെ പിൻപിലേക്ക് തലചായ്ച്ച് അങ്ങനെ മൗനമായി കിടന്നു. ആ കിടപ്പിൽ എപ്പോഴോ അലീന ഉറങ്ങിപ്പോയി. കുറെ നാഴിക പിന്നിട്ടപ്പോൾ കാർ ചെറിയൊരു കുലുക്കത്തോടെ നിന്നു. അലീന മയങ്ങിപ്പോയിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചെറിയൊരു ടൗൺ. ഊണ് കഴിച്ചിട്ട് പോകാം. ബാലചന്ദ്രമേനോൻ സീറ്റ് ബെൽറ്റ് അഴിച്ചു. രണ്ടുപേരും ഇറങ്ങി. അലീന കടകളുടെ ബോർഡ് നോക്കി. അഞ്ചൽ ഹോട്ടലിന് മുന്നിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ബാലചന്ദ്രമേനോൻ അലീനയെയും കൂട്ടി ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. തിരിച്ചു കാറിൽ കയറിയിരിക്കുമ്പോൾ അലീന ബാലചന്ദ്രമേനോനെ അർത്ഥഗർഭമായി നോക്കി. നമ്മൾ എങ്ങോട്ടാണെന്ന് അച്ഛൻ ഇതുവരെ പറഞ്ഞില്ല. പറയാം. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു തുടങ്ങി. കുന്നുകൾ, മലയടിവാരങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ. ഇടയ്ക്കൊരു വേള അലീന ചോദിച്ചു, നമ്മൾ കുളത്തൂപ്പുഴയ്ക്ക് തന്നെയാണല്ലോ അല്ലേ അച്ഛാ പോകുന്നത്? അതെ. സ്റ്റാൻലി ജോസഫ് എന്നു പേരുള്ള അങ്കിളിനെ കാണാൻ. ബാലചന്ദ്രമേനോൻ പെട്ടെന്ന് മുഖം തിരിച്ച് അലീനയെ നോക്കി. കാർ വളവിലേക്ക് ചെല്ലുകയായിരുന്നു. അച്ഛാ ബസ്, അലീന വിളിച്ചു പറഞ്ഞു. ഒരു ഞൊടിയിട ബസ്സിലെ ബ്രേക്കുകൾ അലറി. കാർ വെട്ടിത്തിരിഞ്ഞ് മാർജിനിലേക്ക് ഇറങ്ങി. ബാലചന്ദ്രമേനോനും അലീനയും ഭയന്ന് വിളറിപ്പോയിരുന്നു. ബസ് വിട്ടുപോയി. ബാലചന്ദ്രമേനോൻ കാർ കുറെ കൂടി മുൻപോട്ട് നീക്കിയ ശേഷം തണലുള്ള ഭാഗത്ത് ഒതുക്കിയിട്ടു. മിനറൽ വാട്ടറിന്റെ കുപ്പിയുമായി അയാൾ പുറത്തിറങ്ങി. റോഡിന്റെ വളവിൽ കരിങ്കൽ കെട്ടും വീതിയുള്ള കലുങ്കുമാണ്. കലുങ്കിനരികെ ചെന്നു നിന്ന് അച്ഛൻ ഇടവിട്ടിടവിട്ട് ഓരോ കവിൾ വെള്ളം കുടിക്കുന്നത് നോക്കി അലീന കാറിലിരുന്നു. അച്ഛന്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് അവൾക്ക് തോന്നി. ഇടയ്ക്ക് ബാലചന്ദ്രമേനോൻ തിരിഞ്ഞ് കാറിന് നേർക്ക് നോക്കി. അലീനയെ കൈകാട്ടി വിളിച്ചു. അലീന കാറിൽ നിന്നിറങ്ങി അടുത്തേക്ക് ചെന്നു. ബാലചന്ദ്രമേനോൻ വിദൂരയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്നാൽ അകലങ്ങളിലെ ഗിരിനിരകളും ഇളം നീല കലർന്ന താഴ്വാരങ്ങളും ഹരിതവനങ്ങളും വിശാലമായ റബ്ബർ തോട്ടങ്ങളും കാണാം. അച്ഛനെന്താ ആലോചിക്കുന്നേ? നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നാണ്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അലീന ആശ്ചര്യത്തോടെ അയാളെ നോക്കി. സ്റ്റാൻലി ജോസഫിന്റെ കാര്യമാണോ അച്ഛാ? അതെ. അവിടെ ആരൊക്കെയുണ്ടച്ചാ? എനിക്കെന്താ അവിടെ ജോലി? ഒന്നും അച്ഛനോട് പറഞ്ഞില്ല. ഈ സ്റ്റാൻലി ജോസഫ് ഒരു സൈനികനായിരുന്നു. കേണലായിട്ട് റിട്ടയർ ചെയ്തു. ഇത് പറയാനാണോ അച്ഛൻ ഇത്ര ടെൻഷൻ? അല്ല, എനിക്ക് നിന്നോട് പറയാനുള്ളത് വേറൊരു കഥയാ. സ്റ്റാൻലി ആഗ്രോ കന്റോൺമെന്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു പെണ്ണുമായി സ്നേഹത്തിലായി. രണ്ടുപേരും കുറച്ചു കാലം ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു. പക്ഷേ രണ്ടു കൂട്ടരുടെയും കുടുംബക്കാര് കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് അവർക്ക് പിരിയേണ്ടി വന്നു. പിരിയുമ്പോൾ ആ പെണ്ണ് പൂർണ്ണ ഗർഭിണിയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അവളുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിന് കൈമാറി. ബാലചന്ദ്രന്റെ വാക്കുകൾ കേട്ട് അലീന തരിച്ചു നിൽക്കുകയാണ്. അച്ഛൻ എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നത്? അവൾ ശ്വാസമടക്കി. ബാലചന്ദ്രമേനോന് അവളുടെ മുഖത്ത് നോക്കാൻ പോലും വയ്യ. അയാൾ വിദൂരത്തിലേക്ക് നോക്കി നിന്നു. ആ പെണ്ണ് പിന്നീട് വേറൊരു വിവാഹം കഴിച്ചു. സ്റ്റാൻലിയും വിവാഹിതനായി. ഉപേക്ഷിക്കപ്പെട്ട ആ പെൺകുഞ്ഞ് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ അലീന എന്ന പേരിൽ വളർന്നു മിടുക്കിയായി. ബാലചന്ദ്രമേനോൻ പതിയെ അവളുടെ നേർക്ക് മുഖം തിരിച്ചു. മോളെ, നീ സ്വന്തം അച്ഛന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റാൻലി ജോസഫിന്റെ മകളാണ് നീ. അലീനയ്ക്ക് ചലനമില്ല. അവൾക്ക് ചുറ്റും സ്ഥലകാലങ്ങൾ സ്തംഭിച്ചു പോയിരിക്കുന്നു. സർവ്വചരാചരങ്ങളും നിശബ്ദമായിരിക്കുന്നു. അവളുടെ മനസ്സിന്റെ ആകാശങ്ങളിൽ മാത്രം കടുന്തു മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരു വിഷമഘട്ടം തരണം ചെയ്തതുപോലെയാണ് ബാലചന്ദ്രമേനോൻ തോന്നിയത്. ഇക്കാര്യം അലീനയുടെ സമക്ഷം എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയാതെ സംഘർഷഭരിതമായ മനസ്സോടെയാണ് അയാൾ ഇതുവരെ കാറോടിച്ചു വന്നത്. പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ലാഘവത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾക്ക് ആശ്വാസം തോന്നി. ഇനി സാരമില്ല. ബാലചന്ദ്രമേനോൻ തിരിഞ്ഞ് കാറിന് നേർക്കു നോക്കി. അലീന നേരത്തെ തന്നെ കാറിനടുത്തേക്ക് തിരിച്ചു പോയിരുന്നു. ഡോർ അടച്ച് ഡാഷ്ബോർഡിന് മീതേക്ക് തല വെച്ച് കിടക്കുന്ന അവളെ അയാൾ അവിടെ നിന്ന് തന്നെ കാണുകയും ചെയ്തിരുന്നു. ബാലചന്ദ്രമേനോൻ കാറിനരികെ ചെന്നു. ഡോർ തുറന്നു. അലീന ഇപ്പോഴും കമിഴ്ന്നു കിടക്കുകയാണ്. അയാൾ കാറിലേക്ക് ഇരുന്നപ്പോൾ അവൾ ഡാഷ്ബോർഡിൽ നിന്നും മുഖമുയർത്തി. കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന തൂവാല കൊണ്ട് കണ്ണും കവിളും ഒപ്പി. ഡാഷ്ബോർഡിന് മീതെ നനവുണ്ടെന്ന് ബാലചന്ദ്രമേനോൻ കണ്ടു. സീറ്റിലേക്ക് ചാരിയിരുന്നിട്ട് അലീന വിദൂരതയിലേക്ക് നോട്ടമയച്ചു. മോളെ,
ബാലചന്ദ്രമേനോൻ വിളിച്ചപ്പോൾ അവൾ മെല്ലെ മുഖം തിരിച്ചു നോക്കി. നീ എന്നോട് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞുമില്ല. അലീനയുടെ നോട്ടം നിമിഷങ്ങളോളം അയാളുടെ മുഖത്ത് തങ്ങി നിന്നു. അതിൽ സങ്കടമുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു, ആശങ്കയും തെളിഞ്ഞു നിന്നു. ആരാണ് പറഞ്ഞത് സ്റ്റാൻലി ജോസഫ് എന്റെ അച്ഛനാണെന്ന്? എങ്ങനെയുള്ള ആളാണ് സ്റ്റാൻലി ജോസഫ്? അദ്ദേഹത്തിന് അറിയാമോ ഞാൻ സ്വന്തം മകളാണെന്ന്? അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ? എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ആ വീട്ടിൽ എന്തു സ്ഥാനമായിരിക്കും എനിക്ക് ലഭിക്കുക? സ്റ്റാൻലി ജോസഫിന് ഭാര്യയും മക്കളുമുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ പറ്റി അറിയാമോ? അറിയാമെങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കും? ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നതും അവിടെ താമസിക്കുന്നതും അവർ ഇഷ്ടപ്പെടുമോ? ഞാൻ നിമിത്തം അവിടെയും കുടുംബചിത്രം ഉണ്ടാകുമോ? ഈ സ്റ്റാൻലി ജോസഫ് തന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമായിരുന്നുവോ? എങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെ എന്നെപ്പറ്റി അന്വേഷിക്കാതിരുന്നത്? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ അവളുടെ ഹൃദയത്തിൽ അലമാല പോലെ ആർത്തിരമ്പിക്കൊണ്ടിരുന്നു. ഒടുവിൽ എത്രമാത്രം നിറകണ്ണുകളോടെ അവൾ പറഞ്ഞു, അച്ഛൻ എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ, ഒരു സൂചന പോലും തന്നില്ല. അവളുടെ തൊണ്ട ഇടറി. ബാലചന്ദ്രമേനോന്റെ മുഖം വാടി. വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പോ ഞാൻ നിന്റെ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലേ? സ്വന്തം അച്ഛനെ കൊണ്ട് തന്നെ മകളെ സ്വീകരിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തില്ലേ? നിനക്കു വേണ്ടിയാ, നീ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി, നീ സുരക്ഷിതയായിരിക്കാൻ. ഞാൻ കരുതി നീ ഒരു നല്ല വാക്ക് പറയുമെന്ന്. അലീന വല്ലാതായി. സോറി സോറി അച്ഛാ. അവൾ ക്ഷമാപണം നടത്തി. നിനക്കിഷ്ടമല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. സോറി പറഞ്ഞില്ലേ അച്ഛാ? അവൾ അയാളുടെ ചുമയിലേക്ക് ശിരസ് ചായച്ചു. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ബാലചന്ദ്രമേനോൻ മൃദുവായി അവളുടെ തോളത്തു തട്ടി സമാധാനിപ്പിച്ചു. പിന്നീട് കാണുന്നത് സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലെ കാഴ്ചകളൊക്കെയാണ്. കടുത്ത ശകാരം കേട്ടു ആന്റപ്പൻ തല താഴ്ത്തി നിന്നു. സ്റ്റാൻലി നിർത്താനുള്ള ഭാവമില്ല. നിന്നോട് ഞാൻ ഇന്നലെ മുതൽ പറയുന്നതല്ലേ, ഇനിയിപ്പോ ഇത് മാറ്റി വേറെ വാങ്ങിയിടാൻ സമയമുണ്ടോ? ഞാൻ വിചാരിച്ചു ഇതിന് കുഴപ്പമില്ലല്ലോന്ന്. ആന്റപ്പൻ പറഞ്ഞു. നീ വിചാരിച്ചു? നിന്റെ വിചാരത്തിനാണോ എന്റെ കമാൻഡിനാണോ ഈ വീട്ടിൽ സ്ഥാനം? നീ ഹൗസ് ഓണറും ഞാൻ കാര്യസ്ഥനുമാണോ? അല്ലല്ലോ. ഇന്നു തന്നെ മാറ്റിയിട്ടേക്കാം. ഇനി നീ മാറ്റണ്ട. ഈ റൂമിലെ പഴയ സാധനങ്ങളെല്ലാം മാറ്റി സെറ്റിയുടെ കുഷൻ മാത്രം പഴഞ്ചൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരികയാണ്, ഇവിടെ താമസിക്കാൻ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ. സ്റ്റാൻലി പിന്നെയും അത് തന്നെ ഓർമ്മിപ്പിച്ചു. 2 ദിവസമായി ആ വിശിഷ്ട അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഈ വീട്ടിനുള്ളിൽ. വീടിനു പുറമേയുള്ള അറ്റകുറ്റപ്പണികൾ 4 ദിവസം മുമ്പേ തുടങ്ങിയിരുന്നു. പ്രാക്കൂട് പോലും വൃത്തിയാക്കി. ആമ്പൽ പൊയ്കയും ഫൗണ്ടനും വൃത്തിയുള്ളതും പ്രവർത്തനക്ഷമവുമുള്ളതുമാക്കി. ഉദ്യാനത്തിലെ കേടുവന്ന മെർക്കുറി ലൈറ്റുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചു. ചെടികൾക്കിടയിൽ നിന്ന് കളകളും കരിയിലകളും നീക്കം ചെയ്തു. വീടിന്റെ പെയിന്റിംഗ് പണി 2 ദിവസം കൊണ്ട് തീർക്കാൻ 17 പേരെയാണ് ജോലിക്ക് വെച്ചത്. ആശാരിമാരും മേസ്ത്രിമാരും ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് വീടിനുള്ളിലെ അറ്റകുറ്റപ്പണികൾ തീർത്തു. ജനാല കർട്ടനുകളും വാതിൽ വിരികളുമെല്ലാം മാറ്റി പുതിയവ വാങ്ങിയിട്ടു. പെയിന്റിംഗ് കഴിഞ്ഞ അന്നു രാത്രി തന്നെ വീടിന് ഉൾഭാഗം കഴുകി വൃത്തിയാക്കി. കേടുവന്ന ഫർണിച്ചറുകളും കുഷനുകളുമെല്ലാം നീക്കം ചെയ്തു. മുൻവരാന്ത മുതൽ പ്രധാന ഹാൾ വരെ നീണ്ടതും വിശിഷ്ട നിറമുള്ളതുമായ 5 വരി തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അവിടെവിടെ വിവിധ വർണ്ണങ്ങളിലുള്ള വീർപ്പിച്ച ബലൂണുകൾ കെട്ടിത്തൂക്കി. പ്രധാനപ്പെട്ട മുറികളിലെല്ലാം മേശപ്പുറത്ത് ഫ്ലവേഴ്സുകൾ വെച്ചു. അതിഥികൾക്കായുള്ള ബെഡ്റൂമിലുണ്ടായിരുന്ന വലിയ കട്ടിൽ അതേപടി മാറ്റിയിട്ട് കൊത്തുപണികളുള്ളവ വാങ്ങി സ്ഥാപിച്ചിരിക്കുകയാണ്. ഫോം ബെഡും തലയണകളുമെല്ലാം പുതുപുത്തനും വില പിടിപ്പുള്ളതുമാണ്. മുറിയിലെ മേശയും സോഫയും കസേരകളും പുതിയതു തന്നെ. ഒരു സെറ്റി മാത്രമേ ഉള്ളൂ പഴയത്. അതിന്റെ കുഷനുകൾ ഭംഗിയുള്ളതാക്കിയത് കൊണ്ട് ആന്റപ്പൻ അതുമാത്രം മാറ്റിയില്ല. അത് മാറ്റേണ്ട കാര്യമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും. പക്ഷേ കേണൽ സാബിനെ അത് മാറ്റി പുത്തൻ വയ്ക്കാതിരുന്നത് ഒട്ടും പിടിച്ചിട്ടില്ല. ആരാണിത്ര വലിയ അതിഥി? അതുമാത്രം കേണൽ സാബ് പറയുന്നില്ല. കേണൽ സാബ് ഇതുവരെ കേണൽ സാബിനേക്കാൾ വലിയവരായി ആരെയെങ്കിലും പരിഗണിക്കുന്നത് ആന്റപ്പൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ അതിഥികൾക്കുള്ള ഈ മുറിയിൽ കേണൽ സാബ് പുത്തനൊരു TV കൂടി വാങ്ങി സ്ഥാപിച്ചിരിക്കുന്നു. അതുകൂടാതെ ഒരു AC-യും. അതിനർത്ഥം വരാൻ പോകുന്ന അതിഥി കുറച്ച് ദിവസം ഇവിടെ താമസിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും കേണൽ സാബ് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുകയും എന്നും താൻ ശകാരം കേൾക്കേണ്ടി വരികയും ചെയ്തേക്കുമെന്ന് ആന്റപ്പൻ ഇപ്പോഴേ കണക്ക് കൂട്ടി. കല്യാണ സദ്യ ഒരുക്കുന്ന 2 പേരെ വിളിച്ചിട്ടാണ് കേണൽ സാബ് ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കിച്ചത്. ഉച്ചയ്ക്ക് മുമ്പ് അതിഥി എത്തുമെന്ന കേണൽ സാബിന്റെ പ്രതീക്ഷ തെറ്റി. വളരെയധികം രുചികരമായ വിഭവങ്ങളോടെ തയ്യാറാക്കിയ ഉച്ചഭക്ഷണം പാഴായി. എന്നിട്ടും കേണൽ സാബ് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇടയ്ക്കിടെ പൂമുഖത്ത് ചെന്ന് നോക്കുന്നു.
നായ്ക്കളുമുണ്ട് കൂടെ. അവറ്റകൾ എന്തിന് അസ്വസ്ഥരായി അങ്ങിങ്ങു തിക്കി തിരക്കി നടക്കുന്നുവെന്ന് ആന്റപ്പന് മനസ്സിലാകുന്നില്ല. അവറ്റകൾക്കും അറിയാമോ വിശിഷ്ടാതിഥി വരാനുണ്ടെന്ന്? ഒരു പക്ഷേ കേണൽ സാബ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേണൽ സാബ് എന്ത് പറഞ്ഞാലും അവറ്റകൾക്ക് മനസ്സിലാകും. കേണൽ സാബിന് പട്ടി ഭാഷയാണോ അറിയാവുന്നത്, അതോ പട്ടികൾക്ക് കേണൽ സാബിന്റെ ഭാഷയാണോ അറിയാവുന്നത് എന്ന് ഇതുവരെ ആന്റപ്പന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഡ്രൈവർ ബൈജുവും ഇത്തിരി അത്ഭുതത്തിലാണ്. വിശിഷ്ടാതിഥിക്ക് സഞ്ചരിക്കാൻ വേണ്ടി സ്റ്റാൻലി മുതലാളി ഒരു കാറ് വരുത്തിയിട്ടുണ്ട്. വെള്ള മാടപ്രാവിനെ പോലെ തോന്നുന്ന ഒരു കൊച്ചു വണ്ടി. പുത്തനാണ്. രജിസ്ട്രേഷൻ നമ്പർ പോലും കിട്ടിയിട്ടില്ല. വരാൻ പോകുന്ന അതിഥിക്ക് വേണ്ടി സ്റ്റാൻലി മുതലാളി ലക്ഷങ്ങൾ മുടക്കി ഒരു കാറ് വാങ്ങിച്ചിടണമെങ്കിൽ അത് എന്തുതരം അതിഥിയായിരിക്കും? അതാണ് ബൈജുവിന്റെ അത്ഭുതം. ഇത്രമേൽ വർണ്ണശബളമായി ഏതെങ്കിലും വീടുകൾ ഒരുക്കുന്നത് ബൈജു കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓണത്തിനും ക്രിസ്മസിനും മാത്രമാണ്. ബൈജു ആരും കാണാതെ കാർ ഷെഡിനുള്ളിലിരുന്ന് ഒരു സിഗരറ്റ് വലിച്ചു. അതിനിടയിൽ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് ഗേറ്റിൽ നിന്ന് ഒരു കാറിന്റെ ഹോൺ ശബ്ദം കേട്ടു. ബൈജു സിഗരറ്റ് 2-3 ആവർത്തി ആഞ്ഞു വലിച്ച് പുകയെടുത്തിട്ട് കുറ്റി താഴെയിട്ട് ചവിട്ടിക്കെടുത്തി. അതിഥി വരികയാണെന്ന് അവന് തോന്നി. എന്നാൽ വീടിന്റെ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരുന്ന കാർ കണ്ടപ്പോൾ ബൈജുവിന്റെ പ്രതീക്ഷ അസ്തമിച്ചു. ഈ കാർ അവന് പരിചയമുണ്ട്. കോട്ടയം രജിസ്ട്രേഷനാണ്. ഇതിനു മുമ്പ് ഈ കാർ ഇവിടെ വന്നിട്ട് പോയത് അവൻ ഓർത്തു. കാറ് വന്ന് മുറ്റത്തരികിൽ നിന്നു. കാറിന്റെ ഡോർ തുറന്ന് ബാലചന്ദ്ര മേനോൻ ഇറങ്ങുന്നത് കൂടി കണ്ടതോടെ ബൈജു നിരാശനായി. ഇയാളല്ല അതിഥി, വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോഴേക്കും കോ ഡ്രൈവറുടെ ഭാഗത്തെ ഡോർ തുറക്കപ്പെട്ടു. മഴവില്ലുടുത്ത ഒരു പെൺകിടാവ് കാറിൽ നിന്ന് ഇറങ്ങുന്നു. ഒറ്റക്കാഴ്ചയിൽ ബൈജുവിന് സ്റ്റാൻലി മുതലാളിയുടെ മൂത്ത മകൾ ടാനിയയുടെ ഛായ തോന്നി. അവൾ നിന്ന നിൽപ്പിൽ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് പരിസരം നോക്കുകയാണ്. റീത്ത കൊച്ചമ്മയുടെ ആരെങ്കിലും ആയിരിക്കുമോ? ബൈജുവിന് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഇതാണോ സ്റ്റാൻലി ജോസഫിന്റെ വീട്? വീടൊന്ന് പറഞ്ഞുകൂടാ, എസ്റ്റേറ്റ് ബംഗ്ലാവ്. ബാലചന്ദ്രമേനോൻ അലീനയോട് പറഞ്ഞു. അവളുടെ മുഖത്തു സമ്മിശ്ര വികാരങ്ങൾ തെളിഞ്ഞും മാഞ്ഞുമിരുന്നു. നായ്ക്കൂടിനുള്ളിൽ നിന്ന് ഇടതടവില്ലാതെ നായ്ക്കൾ കുറച്ചു ബഹളമുണ്ടാക്കി. വാ. ബാലചന്ദ്രമേനോൻ അലീനയുടെ കൈക്ക് പിടിച്ച് വീടിന് നേർക്ക് നീങ്ങി. അവർ സിറ്റൗട്ടിൽ ചെന്ന് കയറിയതും 4-5 കൂറ്റൻ നായ്ക്കൾ മുൻവാതിൽ കടന്നു വന്നു. അലീനയെയും ബാലചന്ദ്രമേനോനെയും നോക്കി ഒരു നിമിഷം സംശയിച്ചു നിന്നു. പിന്നെ അവരുടെ സമീപത്തേക്ക് ചെന്നു. ബാലചന്ദ്രമേനോൻ ഭയന്ന് പിന്നോട്ട് മാറി. ബൈജു ഞെട്ടിത്തെറിച്ചു നിൽക്കെ നായ്ക്കൾ അലീനയെ വളഞ്ഞ് മുൻകാലുകൾ ഉയർത്തി അവളുടെ നേർക്കു ചാടി. അവളുടെ കഥ കഴിഞ്ഞുവെന്ന് തന്നെ കരുതി ബൈജു. കണ്ണുകൾ ഇറുക്കി അടച്ചു. വീണ്ടും തുറക്കുമ്പോൾ കണ്ട കാഴ്ച അവനെ അത്ഭുത സ്തബ്ധനാക്കി. സാരിയെടുത്ത യുവതിയുടെ കൈത്തണ്ടയിലും വിരലുകളിലും മുഖത്തുരുമുകയും നാവു നീട്ടി നക്കുകയും ചെയ്യുകയാണ്. ഒരൊത്ത കടുവയോളം പോന്ന ജർമ്മൻ ഹണ്ട് പോലും. അവളാണെങ്കിൽ അവറ്റകളെ കെട്ടിപ്പിടിക്കുകയും തലോടുകയും ചെയ്യുന്നു. ഇതെന്തൊരു മറിമായം! 8 വർഷമായി ബൈജു സ്റ്റാൻലി ജോസഫിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഈ പെണ്ണ് ഇവിടെ വരികയോ ഈ നായ്ക്കളുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്തിട്ടില്ലെന്ന് അവന് ഉറപ്പുണ്ട്. ബൈജുവിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ബാലചന്ദ്രമേനോനും അലീനയ്ക്കും മാത്രം മനസ്സിലായി. അവൾ ജനിച്ച അന്നു മുതൽ നായ്ക്കളുടെ സമൂഹം അവളോട് പുലർത്തി പോന്ന മമതയുടെയും വിദ്വേയത്തിന്റെയും ആന്തരാർത്ഥം എന്തായിരുന്നുവെന്ന്. 2 നായ്ക്കൾ അവളുടെ ആഗമനം അറിയിക്കാനെന്നോണം അകത്തേക്ക് കുതിച്ചോടി. ബാക്കിയുള്ള 3 പേര് അവളുടെ ചുറ്റും വട്ടമിട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഈ വീട് ഇങ്ങനെയല്ലായിരുന്നു, ബാലചന്ദ്രമേനോൻ അതിശയം മറച്ചു വെക്കാതെ പറഞ്ഞു. അലീന ചോദ്യഭാവത്തിൽ നോക്കി. ആകെ ഒന്ന് റിഫ്രഷ് ചെയ്തു പോലുണ്ട്. പുതിയ പെയിന്റിന്റെ പുതിയ അലങ്കാരങ്ങൾ നിന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോഴേക്കും ആന്റപ്പൻ അകത്തു നിന്ന് വന്നു. ഇങ്ങോട്ട് കയറി വന്നോളൂ, കേണൽ സാബ് വെയിറ്റ് ചെയ്യുകയാണ്. ബാലചന്ദ്രമേനോന് അല്പം നീരസം തോന്നി. സ്റ്റാൻലി സ്വമേധയാ ഇറങ്ങി വന്ന് മകളെ സ്വീകരിച്ച് ആനയിക്കേണ്ടതല്ലേ? അതല്ലേ മര്യാദ? ബാലചന്ദ്രമേനോൻ അലീനയെ ഒന്ന് നോക്കിയ ശേഷം ആന്റപ്പന്റെ പിന്നാലെ നീങ്ങി. അച്ഛനെ അനുഗമിക്കുന്നതിനിടയിൽ അവൾ തോരണങ്ങളും ബലൂൺ പൂങ്കുലുകളും കണ്ട് വിസ്മയം പൂണ്ടു. ഇരിപ്പിടങ്ങൾ ഭംഗിയായി സജ്ജീകരിക്കപ്പെട്ട ഹാളിൽ അവരെ എത്തിച്ച ശേഷം ആന്റപ്പൻ പിന്മാറി. വാതിൽ പുറമേ നിന്ന് ചാരി. നായ്ക്കൾ ഹാളിൽ ഇങ്ങ് കൂട്ടം ചേർന്നു തമ്മിൽ എന്തോ കൂടിയാലോചിക്കുന്നത് പോലെ നിൽക്കുകയും പിന്നെ അലീനയ്ക്കു സമീപം വന്ന് അവൾക്ക് കാവൽ എന്നോണം നിലയുറപ്പിക്കുകയും ചെയ്തു. ഒരു റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു. സ്റ്റാൻലി പുറത്തേക്ക് വരുന്നത് അലീന കണ്ടു. സ്കൈ ബ്ലൂ കളറിൽ സവിശേഷമായ തുന്നലുകളോട് കൂടിയ പാൻസും കോട്ടും. 6 അടിയിലധികം ഉയരം, വലിയ കവിളുകളും കട്ടിമീശയും ഉണ്ടക്കണ്ണും വീതിയുള്ള നെറ്റിത്തടവും. ഇതാണോ തന്റെ അച്ഛൻ? അലീന ബാലചന്ദ്രമേനോന്റെ നേർക്ക് നോട്ടം തിരിച്ചു. സ്റ്റാൻലി ജോസഫ് ഒരു പട്ടാള ചിട്ടയിൽ എന്ന പോലെ നടന്ന് അവരുടെ സമീപത്തേക്ക് വന്നു. ഹലോ മിസ്റ്റർ ബാലചന്ദ്രമേനോൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അയാൾ കൈ നീട്ടിയപ്പോൾ ബാലചന്ദ്രമേനോൻ
ഷേക്ക് ഹാൻഡ് നൽകി പ്രത്യഭിവാദ്യം ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ അലീന. സ്റ്റാൻലി ജോസഫ് അവളുടെ നേർക്കും കൈ നീട്ടി. അലീന അനങ്ങിയില്ല. ഇമയനക്കാതെ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വലിപ്പമുള്ള ഒരു മനുഷ്യൻ ഔപചാരികമായി പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. അത് തന്റെ അച്ഛനാണെന്ന ചിന്ത പോലും അരോചകമായി അവൾക്ക് തോന്നി. സ്റ്റാൻലിയും കുറച്ചൊന്ന് അസ്വസ്ഥനായി. അലീന കൈ നീട്ടി ഷേക്ക് ഹാൻഡ് നൽകാതിരുന്നത് അനുചിതമായി പോയി എന്ന് അയാൾ വിചാരിച്ചു. വെൽ വെൽ, ഇറ്റ്സ് ഓൾ റൈറ്റ്. അയാൾ നീട്ടിയ കൈ പിൻവലിച്ച് ബാലചന്ദ്രമേനോനെ ഒന്ന് നോക്കി. ഞാൻ മനഃപൂർവ്വമാണ് പുറത്തേക്ക് വരാഞ്ഞത്. ജോലിക്കാരുണ്ട്. വെളിയിൽ നമ്മൾ നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ. കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ വയ്യ. ഇത് കുഴപ്പമില്ല, പുറത്തു വെച്ചുമാകാമായിരുന്നു. സ്റ്റാൻലിയുടെ സ്വരത്തിൽ ഒരൽപ്പം വല്ലായ്മയുണ്ടെന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. അച്ഛനും മകളും തമ്മിലുള്ള കണ്ടുമുട്ടൽ വേണ്ടത്ര വികാര നിർഭരമായില്ല. ഇങ്ങോട്ട് വരുന്ന വഴി യാത്രക്കിടയിൽ ഞാൻ നിങ്ങളെ അലീനയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്രതീക്ഷിതമായതുകൊണ്ട് കുറച്ചൊരു പ്രയാസം അവൾക്കുണ്ടായി. പെട്ടെന്നൊരു അച്ഛനുണ്ടാവുക, ഇത് ഇന്നയാളാണെന്ന് അറിയുക, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുൻപേ ആ ആളിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരിക, ആരായാലും പതറിപ്പോകും. ബാലചന്ദ്രമേനോൻ അലീനയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സ്റ്റാൻലി തല കുലുക്കി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ അഭിനയത്തിന്റെ ആവശ്യം ഇനിയില്ല എന്നാണ്. കുറച്ച് അടുത്തു പെരുമാറുമ്പോൾ ഈ വൈഷമ്യം മാറിക്കിട്ടും. ശരിയാണ് മിസ്റ്റർ മേനോൻ. നിങ്ങൾ അലീനയെ നന്നായി അണിയിച്ചൊരുക്കിയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഷീസ് ലുക്കിംഗ് വെരി സ്മാർട്ട്, ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ഷീ ലുക്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. സ്റ്റാൻലി മേനോനെയും അലീനയെയും ഒരേ സമയം തന്നെ പ്രശംസിച്ചു. താങ്ക് യു സ്റ്റാൻലി. ഞാൻ എൻ്റെ മകളെ പോലെയാണ് ഇവളെ കണ്ടിട്ടുള്ളത്. എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇരിക്കൂ. ഇരിക്കുന്നില്ല, എൻ്റെ ജോലി കഴിഞ്ഞല്ലോ. എനിക്ക് ഉടനെ തിരിച്ചു പോകണം, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. അലീന പരിഭ്രാന്തയായി. ഇതുവരെ തനിക്ക് അന്യവും അജ്ഞാതവുമായിരുന്ന ഒരു വീട്ടിൽ വന്ന് അപരിചിതനായ ഒരു തടിച്ചു നീണ്ട പരുക്കൻ മനുഷ്യനെ കാട്ടി തന്നിട്ട് ഇത് നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞു സ്ഥലം വിടുകയാണോ അച്ഛൻ? നിങ്ങൾ അങ്ങനെ പോകരുത് മിസ്റ്റർ മേനോൻ. ഇന്നൊരു ദിവസമെങ്കിലും എൻ്റെ അതിഥിയായി ഇവിടെ താമസിക്കണം. എൻ്റെ കുട്ടികൾ അവിടെ തനിച്ചാണ്. എനിക്ക് പോയേ പറ്റൂ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, ഇല്ലെങ്കിൽ അതെന്നെ അപമാനിക്കുന്നത് പോലെയായിരിക്കും. ഞങ്ങൾ 2 മണിക്കാണ് ഊണ് കഴിച്ചത്. ഇപ്പോൾ 3:30 മണി. ഒന്നാമത് വിശക്കുന്നില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഭക്ഷണത്തിന്റെ ആഡംബര വിഭവങ്ങളൊന്നും ഞാൻ തൊട്ടുകൂടാ. താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ചായ കഴിക്കാം. സ്റ്റാൻലി ജോസഫ് ബാലചന്ദ്രമേനോനെ നോക്കി അല്പസമയം നിശബ്ദനായി നിന്നു. ഓക്കെ, അയാൾ തല കുലുക്കി. പിന്നെ ആൻ്റപ്പനെ വിളിക്കാനായി ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി. ബാലചന്ദ്രമേനോൻ അലീനയുടെ തോളിൽ തോണ്ടി. എന്തു പറ്റി നിനക്ക്? ഞാൻ ഇവിടെയാ ഇനി താമസിക്കേണ്ടത് അല്ലേ അച്ഛാ? അതെ, നല്ല വീടല്ലേ, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വേറെ ആരുമില്ല അച്ഛാ ഇവിടെ. ജോലിക്കാരുണ്ട്, നമ്മൾ കണ്ടതല്ലേ. അതല്ലാതെ കുടുംബാംഗങ്ങളാരും? ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ആയിരിക്കില്ല. ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവല്ലേ. എൻ്റെ അച്ഛൻ്റെ തന്നെയല്ലേ ഇത്? നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? അച്ഛൻ ശ്രദ്ധിച്ചില്ലായിരുന്നോ ഷേക്ക് ഹാൻഡിന് കൈനീട്ടിയത്? ചുമ്മാ ഒരു ചടങ്ങ് കഴിക്കണ പോലെ. ഹലോന്ന്. സ്വന്തം മകളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതല്ലേ? അല്ല, നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അപ്പോഴേക്കും സ്റ്റാൻലി ഹാളിലേക്ക് കടന്നു വന്നു. വരൂ. അയാൾ അവരെ രണ്ടുപേരെയും ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി. വിശാലമായ ഊണുമുറി, ദീർഘവൃത്താകൃതിയുള്ള ഡൈനിങ് ടേബിൾ, അതിൽ നിറയെ ഫുഡ് ട്രേകൾ, സ്റ്റീൽ ബേസിനുകൾ, ബൗളുകൾ, തെർമോവെയറുകൾ. ടേബിളിന്റെ ഒത്ത മധ്യഭാഗത്ത് ഏതാനും പഴക്കൂടകളിൽ ആപ്പിൾ, മുന്തിരി, മാമ്പഴം, പൂവൻപഴം എന്നിവ. ഒരറ്റത്ത് ചെറിയ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള സ്റ്റൗവോട് കൂടിയ ഡിഷുകൾ. അവയിലിരുന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാവുന്നുണ്ട്. ഏപ്രൺ ധരിച്ച 2 പാചകക്കാർ ആഹാരം ഇളക്കുകയും വിളമ്പുകയും ചെയ്യുന്നു. പൊരിച്ചതും കരിച്ചതുമായ ചിക്കന്റെയും മീനിന്റെയും ഹൃദ്യമായ ഗന്ധം വായുവിൽ തങ്ങി നിന്നു. ചപ്പാത്തിയും പൊറോട്ടയും പാലപ്പവും കപ്പ വേവിച്ചതും മേശപ്പുറത്തുണ്ട്. പാചകക്കാരിൽ ഒരാൾ കെറ്റിലിൽ നിന്നു ഗ്ലാസ്സിലേക്ക് ചൂട് ചായ ഒഴിക്കുന്നു. ബാലചന്ദ്രമേനോന് കഴിക്കണമെന്നില്ലായിരുന്നുവെങ്കിലും ഊണുമുറിയിലെ അന്തരീക്ഷം വിശപ്പില്ലാത്തവനെ കൊണ്ടും കഴിപ്പിക്കാൻ പോന്നതായിരുന്നു. സ്റ്റാൻലി അയാളുടെ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയുടെ കഷ്ണവും എടുത്തു വെച്ചപ്പോൾ നിരസിക്കാൻ ബാലചന്ദ്രമേനോൻ തോന്നിയില്ല. കഴിച്ചപ്പോൾ അത് സ്വാദിഷ്ടമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അലീന ചായ മാത്രമേ കഴിച്ചുള്ളൂ. സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും എവിടെയാണ്? അലീനയ്ക്ക് വേണ്ടി ബാലചന്ദ്രമേനോൻ ചോദിച്ചു. അഞ്ചലിൽ, അവിടെയാണ് വീട്. അവരറിഞ്ഞോ അലീന വരുന്ന വിവരം? ഇല്ല. അറിയിക്കേണ്ടേ? വേണം. അതൊരു കലഹത്തിന് കാരണമാകുന്നുവെങ്കിൽ ഇവളെ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചേക്കണം. അതിന് സ്റ്റാൻലി മറുപടി പറഞ്ഞില്ല. ഭക്ഷണം കഴിഞ്ഞയുടൻ ബാലചന്ദ്രമേനോൻ മടങ്ങി പോകാൻ ഒരുങ്ങി. സ്റ്റാൻലി അയാൾക്ക് കൈ കൊടുത്ത് നന്ദി പറഞ്ഞു.
നിങ്ങളോടുള്ള കടപ്പാട് പറഞ്ഞു തീർക്കാവുന്നതല്ല. നല്ല മനുഷ്യരെ തീരെ കുറിച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് നിങ്ങൾ. സ്നേഹിക്കാൻ ആർക്കും പറ്റും, സഹായിക്കാൻ ഏതൊരാൾക്കും കഴിയും, നന്മ ചെയ്യാനുള്ള കഴിവും മിക്കവർക്കുമുണ്ട്. പക്ഷെ സാക്രിഫൈസ് ചെയ്യാൻ ത്യാഗികൾക്കേ സാധിക്കൂ. എന്റെ മകളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ ത്യാഗമാണ് ചെയ്തത്. അവളെ ഏൽപ്പിച്ചു തരാൻ വേണ്ടി എന്നെ സമീപിച്ചതും വലിയ ത്യാഗമാണ്. എനിക്കതിന്റെ ആഴമറിയാം. അയാളുടെ ശബ്ദത്തിനുള്ളിൽ വിങ്ങിയ ആത്മാർത്ഥത ബാലചന്ദ്രമേനോന്റെ മനം കുളിർപ്പിച്ചു. അലീന കാറിനടുത്തുവരെ അച്ഛനോടൊപ്പം ചെന്നു. അവൾ ഏതു നിമിഷവും കരയുമെന്ന മട്ടിൽ വിതുമ്പി നിൽക്കുകയാണ്. ബാലചന്ദ്രമേനോൻ ഡിക്കിയിൽ നിന്ന് പെട്ടികൾ എടുത്തു വെച്ച് ഡിക്കി അടച്ചതോടെ അവളുടെ ഉള്ളിൽ സങ്കടത്തിന്റെ ചിറ പൊട്ടി. ബാലചന്ദ്രമേനോൻ അവളെ ആശ്ലേഷിച്ച് ശിരസിൽ തഴുകി. കരയരുത്. അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് അറിയാത്ത ദിക്കിലിറക്കി വിട്ട് ഭാരം ഒഴിവാക്കി പോവുകയാണെന്ന് വിചാരിക്കരുത്. എന്റെ സ്വന്തം മോളെ അന്യ വീട്ടിൽ കൊണ്ടു ചെന്ന് ദത്തു നിർത്തേണ്ടി വരുന്നതിന്റെ വേദനയോടെയാ അച്ഛൻ തിരിച്ചു പോകുന്നത്. അതും എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, മോൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം. പറഞ്ഞു വരുന്നതിനിടയിൽ ബാലചന്ദ്രമേനോന്റെ കണ്ണിൽ നനവൂറുകയും തൊണ്ടയിടറുകയും ചെയ്തു. അച്ഛൻ പൊയ്ക്കോട്ടെ. നിനക്ക് ഇന്നു മുതൽ വേറെ അച്ഛനുണ്ട്. അത് നിന്റെ സ്വന്തം അച്ഛൻ, അത് മറക്കരുത്. എന്നാലും എനിക്കൊരച്ഛന്റെ സ്നേഹം ആദ്യമായിട്ട് തന്നത്, എന്നെ ആദ്യം മോളേന്ന് വിളിച്ചത് ഈ അച്ഛനല്ലേ? ഞാനും ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത്, അതെനിക്ക് മറക്കാൻ പറ്റുമോ? അലീന വിതുമ്പിക്കരഞ്ഞു. നീ കരഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അലീന വേഗം കവിള തുളച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ 3 പേരെയും വിളിച്ച് ആശ്വസിപ്പിക്കണം. അവരോടെല്ലാം എന്നും സംസാരിക്കണം, പ്രത്യേകിച്ചും രോഹിത്തിനോട്. എനിക്കറിയാം, നീ അവിടെ ഉള്ളപ്പോഴത്തെ പോലെ തന്നെ എല്ലാം ഞാൻ നടത്തിക്കൊള്ളാം. അമ്മ തിരിച്ചു വരുമല്ലോ, അപ്പോ അച്ഛൻ അമ്മയോട് വേണ്ട, ആ ഒരു വിഷയത്തിൽ മാത്രം നീ ഇടപെടണ്ട, എനിക്കതിഷ്ടമല്ല. അലീന അയാളുടെ മുഖത്തേക്കു ദയനീയമായി നോക്കി 2 നിമിഷം നിന്നു. ബാലചന്ദ്രമേനോൻ അവരുടെ കവിളത്ത് തലോടി. സാരമില്ല, ചില കാര്യങ്ങൾ അതിൽ തന്നെ ദഹിച്ചു തീരണം. അയാൾ കാറിന്റെ ഡോർ തുറന്നു. അച്ഛനെ വിളിക്കണം, എന്റെ മക്കളെയും വിളിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരും. എനിക്കറിയണ്ടേ നീ സന്തോഷമായിട്ടാണോ കഴിയുന്നതെന്ന്? അലീന കണ്ണീരോടെ തലയാട്ടി. സ്റ്റാൻലി ഒരു ഉരുക്കു മനുഷ്യനെ പോലെ ഇരിക്കുന്നേയുള്ളൂ. ആ വലിയ ശരീരത്തിനകത്തു നിന്നോട് സ്നേഹമുള്ള മനസ്സുണ്ട്. അയാളുടെ മുഖത്ത് ഒന്നും കാണാൻ സാധിക്കില്ല. കുറെ അധികം കാലം പട്ടാളക്കാരനായിരുന്ന ആളല്ലേ? ബാലചന്ദ്രമേനോൻ കാറിൽ കയറിയിരുന്നു. പോട്ടെ മോളെ. അലീന മന്ദം മുഖമനക്കി. ഡോർ അടച്ച ശേഷം ബാലചന്ദ്രമേനോൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അലീനയുടെ നേർക്ക് കൈ കാണിച്ചിട്ട് അയാൾ കാർ ഓടിച്ചു പോയി. നിലത്തിറക്കി വെച്ച പെട്ടികൾക്കും ബാഗുകൾക്കും അരികെ അലീന നോക്കിക്കൊണ്ടു നിന്നു, കാർ മറയുന്നത് വരെ. അലീന സാരിത്തലപ്പ് കൊണ്ട് കണ്ണും കവിളും ഒപ്പിയെടുത്ത് ചുറ്റുമൊന്ന് നോക്കി. 4-5 പെട്ടികൾക്കും ബാഗുകൾക്കും ഇടയിൽ നിൽക്കുകയാണ് താൻ. ദീർഘയാത്രക്കിടയിൽ അപരിചിതമായ ഏതോ സ്ഥലത്ത് സഹയാത്രികർ ഇറക്കിവിട്ട യാത്രക്കാരിയെ പോലെ. അലീന ഒരു നിമിഷം അന്താളിച്ചു പോയി. സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് സ്റ്റാൻലി ജോസഫ് പരിചാരകർക്ക് എന്തോ നിർദ്ദേശം നൽകുന്നത് അവൾ കണ്ടു. അനുസരണയോടെ തലയാട്ടിയിട്ട് 2 പേർ തന്റെ നേർക്ക് നടന്നു വരുന്നു. ആന്റപ്പനും ബൈജുവുമായിരുന്നു അത്. തന്റെ ലഗേജ് എടുക്കാൻ വേണ്ടി സ്റ്റാൻലി ജോസഫ് പറഞ്ഞയച്ചതാണെന്ന് അവൾക്ക് ക്ഷണത്തിൽ മനസ്സിലായി. ആ അച്ഛൻ സ്വന്തം മകളുടെ അടുത്തേക്ക് ഇറങ്ങി വരികയില്ല. ഇതുവരെ സംരക്ഷിച്ചിരുന്നവരിൽ നിന്നെല്ലാം വേർപെടുത്തപ്പെട്ട് വേദനിച്ചു നിൽക്കുന്ന ആ മകളോട് ഒരാശ്വാസവാക്ക് പറഞ്ഞ് ഇനി നിനക്ക് ഞാനുണ്ടെന്ന് സാന്ത്വനിപ്പിച്ച് അദ്ദേഹം വീട്ടിനുള്ളിലേക്ക് വിളിച്ചോണ്ട് പോവുകയില്ല. മകളുടെ അടുത്തേക്ക് വന്ന് അവളുടെ പെട്ടിയോ ബാഗോ എടുത്തുകൊണ്ട് ഒരു കൈ സഹായിക്കുകയുമില്ല. കൊള്ളാം, ഇങ്ങനെ തന്നെ വേണം. അലീനയ്ക്കൊരു വാശി തോന്നി. കൂട്ടത്തിൽ ഏറ്റവും ഭാരമുള്ള ഒരു സൂട്ട്കേസും ട്രോളി ബാഗും അവൾ തൂക്കിയെടുത്തു. അതുമായി പൂമുഖത്തേക്ക് നടന്നു. ആന്റപ്പൻ തിടുക്കപ്പെട്ടു വന്ന് അവളോട് പറഞ്ഞു, അതവിടെ വെച്ചേക്ക് കുഞ്ഞേ, ഞങ്ങൾ എടുത്തോളാം. വേണ്ട, ഇതെനിക്ക് ചുമക്കാവുന്നതേ ഉള്ളൂ, അലീന പറഞ്ഞു. ആന്റപ്പനും ബൈജുവും ബാക്കി ലഗേജുകളും കൂടെ എടുത്ത് അടുത്തേക്ക് നീങ്ങുന്നത് കണ്ട് അവൾ തിരിഞ്ഞു നിന്നു. എന്റെ പെട്ടിയും ബാഗും വേറൊരാളെടുക്കുന്നത് എനിക്കിഷ്ടമല്ല, അതെടുക്കരുത്. ആന്റപ്പനും ബൈജുവും അമ്പരന്ന് പരസ്പരം നോക്കി. നായ്ക്കൾ നടന്നുപോയി അലീനയുടെ ലഗേജുകൾക്കടുത്ത് നിലയുറപ്പിച്ചു. അലീന ഭാരവും താങ്ങി സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ സ്റ്റാൻലി ജോസഫ് ചെറിയൊരു ശാസന കലർത്തി അവളോട് പറഞ്ഞു, എന്തിനാ ഇതൊക്കെ ചുമന്നുകൊണ്ട് വരുന്നത്? ഇവിടെ സെർവന്റ് ഉണ്ടല്ലോ, ഇതെടുക്കാൻ വേണ്ടിയാ ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സാരമില്ല, ഇത് എനിക്കെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാലം ഞാനൊരു സെർവന്റിന്റെ ജോലിയാ ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്കിത് നല്ല പരിചയമാ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലീനയ്ക്കു തന്നെ സംശയം തോന്നി. തന്റെ വാക്കുകളിൽ അദൃശ്യമായ മുനകളുണ്ടായിരുന്നോ? അതവിടെ വെച്ചേക്ക്, സ്റ്റാൻലി ആശ്ചര്യത്തോടെ വീണ്ടും പറഞ്ഞു. അലീന അത് താഴെ വെക്കാൻ കൂട്ടാക്കാതെ തൂക്കി പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. സ്റ്റാൻലി മുറ്റത്തേക്ക് നോക്കി ആന്റപ്പനെയും വൈജുവിനെയും ശകാരിച്ചു.
നിങ്ങളിവിടെ എന്തു ചെയ്യുകയാ? സ്വപ്നം കണ്ടു നിൽക്കുന്നു. ആ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് കേട്ടില്ലേ? പട്ടാള മേധാവിയുടെ ഉത്തരവ് കേട്ട പോലെ അവർ രണ്ടുപേരും ഉടനടി ലഗേജ് ചാടിയെടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എന്റെ പെട്ടിയും ബാഗും തുടരുതെന്ന്? പിന്നെന്തിനാ എടുത്തത്? അലീന അല്പം നീരസത്തിൽ ചോദിച്ചു. ബൈജുവും ആന്റപ്പനും ധർമ്മസങ്കടത്തിലായി. കേണൽ സാബ് പെട്ടിയെടുക്കാൻ പറയുന്നു. ഈ യുവതിയാണെങ്കിൽ അത് താഴെ വെക്കാനും പറയുന്നു. ഏതാണ് അനുസരിക്കേണ്ടത്? അലീന തന്നെ അതിന് പരിഹാരം കണ്ടെത്തി. ഇതൊക്കെ എവിടെയാ വെക്കേണ്ടതെന്ന് കാണിച്ചു തന്നാൽ മതി, അവൾ ആന്റപ്പനോട് പറഞ്ഞു. ആന്റപ്പൻ ദയനീയമായി സ്റ്റാൻലിയെ നോക്കി. കാണിച്ചു കൊടുക്ക്, സ്റ്റാൻലി നിർദ്ദേശിച്ചു. ആന്റപ്പൻ പെട്ടിയും തൂക്കി നടക്കാൻ ഭാവിച്ചപ്പോൾ അലീന പറഞ്ഞു, അതവിടെ വെച്ചിട്ട് വാ. ആന്റപ്പൻ അനുസരിച്ചു. അയാളുടെ പിന്നാലെ ഇടനാഴിയിലൂടെ നീങ്ങുമ്പോൾ അലീന തിരിഞ്ഞു നോക്കി. കേണൽ അദ്ദേഹം ഒരു ബാഗും എടുത്ത് പിന്നാലെ വരുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം ഉത്തരവിടുകയേ ഉള്ളൂ. ആന്റപ്പൻ അലീനയുടെ മുറി കാട്ടിക്കൊടുത്തു. രാജധാനികളിലെ കിടക്കറ പോലെ കമനീയമായി അലങ്കരിച്ച മുറി. നീളമോ വീതിയോ ഏതാണ് കൂടുതലെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഫോം ബെഡ്, ഫാൻ, AC, TV, സോഫ, അലമാര, മേശ, സെറ്റി, വാർഡ്രോബ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഇവിടുത്തെ ഗസ്റ്റ് റൂമായത്, ആന്റപ്പൻ പറഞ്ഞു. അലീന തിരിച്ചുപോയി. സിറ്റ് ഔട്ടിൽ ഇരുന്ന ലഗേജ് കൂടി തൂക്കിയെടുത്ത് കൊണ്ടുവന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴെല്ലാം 4-5 നായ്ക്കൾ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവറ്റകൾ മുറിയിലേക്ക് കയറാതെ വാതിൽക്കൽ നിന്നു. ഗസ്റ്റ് റൂമിൽ കയറരുതെന്ന് സൈനിക മേധാവിയുടെ ഉത്തരവുണ്ടായിരിക്കും, അലീന വിചാരിച്ചു. അലീന സൂട്ട്കേസ് നിലത്ത് കുത്തി നിർത്തിയിട്ട് അതിന്മേലിരുന്നു. തന്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ആരോടൊക്കെയോ ദേഷ്യവും വാശിയും തോന്നുന്നു. ഈ പുതിയ അച്ഛന്റെ രൂപവും സ്നേഹശൂന്യമാണെന്ന് തോന്നിക്കുന്ന പെരുമാറ്റവും കണ്ടിട്ടാണോ? ഈ വീടും പരിസരവും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ടവരെ വേർപെട്ടു പോകുന്നതിന്റെ സങ്കടം കൊണ്ടാണോ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് തിരിച്ചു പോയാൽ മതി എന്നൊരു മനോഭാവം ഇപ്പോഴേ തന്റെ ഉള്ളിൽ രൂപമെടുത്തു കഴിഞ്ഞുവോ? ഇങ്ങനെയൊന്നുമല്ലായിരുന്നല്ലോ താൻ. അലീനയ്ക്ക് കുറ്റബോധം തോന്നി. വാതിൽക്കൽ നിന്ന് ഒരു നായ മൂളിയും മുരണ്ടും ശബ്ദമുണ്ടാക്കി. അലീന കൈ കാട്ടി അവനെ വിളിച്ചു. അവൻ ചാടി കുതിച്ച് അകത്തേക്ക് കയറി വന്നു. നിങ്ങളോട് എനിക്ക് പിണക്കമൊന്നുമില്ല കേട്ടോ, അവൾ അവന്റെ തലയിൽ തഴുകി. നായ അവളുടെ മുഖമുരത്തി സ്നേഹം പ്രകടിപ്പിച്ചു. ടോമി. കനത്ത വിളിയച്ച കേട്ട് നായയും അലീനയും ഞെട്ടി മുഖമുയർത്തി. വാതിൽക്കൽ സ്റ്റാൻലി ജോസഫ്. അലീന എഴുന്നേറ്റ് നിന്നു. നിന്നോടാര് പറഞ്ഞു ഇതിനകത്ത് കയറാൻ? കം ഹിയർ. നായ ഉടൻ കുതിച്ചു മുറിക്ക് പുറത്തു ചാടി. കേണലിന്റെ കാൽ ചുവട്ടിൽ ചെന്നിട്ട് തിരിഞ്ഞ അലീനയെ നോക്കി. സ്റ്റാൻലി മുറിയിലേക്ക് കയറി വന്നു. എങ്ങനെയുണ്ട് റൂം അറേഞ്ച്മെന്റ്? അയാൾ അലീനയോട് ചോദിച്ചു. ഗസ്റ്റ് റൂമല്ലേ, അത് ഇങ്ങനെ തന്നെ വേണം. വലിയ ആളുകളൊക്കെ വന്ന് താമസിക്കേണ്ടതല്ലേ. കുട്ടിക്കിത് ഇഷ്ടപ്പെട്ടോ? എനിക്കൊരു ചെറിയ മുറി മതി, ഒരു കട്ടിലും പായയും തലേണയും, അലീന പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ മുറി, സ്റ്റാൻലി ശബ്ദമില്ലാത്ത ചിരിയോടെ പറഞ്ഞു. തമാശ. അലീനയ്ക്ക് ചിരി വന്നില്ല. ആന്റോ, സ്റ്റാൻലി അല്പം ഉറക്കെ വിളിച്ചു. 2-4 നിമിഷങ്ങൾക്കുള്ളിൽ ഓർഡർലി ഓടിയെത്തി. അറ്റൻഷനായി. ഈ കുട്ടിയെ വിളിച്ചോണ്ട് പോയി വീടെല്ലാം കാട്ടിക്കൊടുക്കണം. ഇവൾക്കിവിടെ പരിചയമില്ലെന്നറിയാമല്ലോ. അറിയാം. എന്തൊക്കെയാണ് കാട്ടിക്കൊടുക്കേണ്ടത്? എടോ, വീടും പരിസരവും, റൂമുകൾ എവിടെയൊക്കെയാണ്, വാതിലുകൾ എവിടെയൊക്കെയാണ് എന്നൊക്കെ ഇവൾ അറിഞ്ഞിരിക്കണ്ടേ? കാട്ടിക്കൊടുക്കാം സാർ. കുട്ടി റെഡിയാണോ? അല്ല, അലീന പറഞ്ഞു. റെഡിയാകുമ്പോൾ ആന്റപ്പനെ വിളിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും ആന്റപ്പനെ വിളിച്ചു പറഞ്ഞാൽ മതി, സ്റ്റാൻലി പറഞ്ഞു. അലീന മിണ്ടാതെ നിന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അലീന പിറുപിറുത്തു. എന്താവശ്യമുണ്ടെങ്കിലും ആന്റപ്പനെ വിളിച്ചാൽ മതി. ഇതെന്തൊരച്ഛനാണ്? കടപ്പാട്ടൂരെ അച്ഛനാണെങ്കിൽ എന്താ പറയാ? എന്റെ മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതിയെന്ന്. അത് കേൾക്കുമ്പോഴേ മനസ്സ് നിറയും. തന്റെ സ്വന്തം അച്ഛനല്ലാതിരുന്നിട്ടും എന്തൊരു വാത്സല്യമായിരുന്നു തന്നോട്. അത് ഓർത്തപ്പോൾ തന്നെ അലീനയുടെ കണ്ണ് നിറഞ്ഞു. അവൾക്ക് കടപ്പാട്ടൂരേക്ക് തന്നെ തിരിച്ചു പോയാൽ മതിയെന്ന് തോന്നി. ഇവിടെ ഒരു പടച്ചട്ടയ്ക്കുള്ളിൽ നിന്ന് ശബ്ദം വരുന്നു. ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയി വീട് കാട്ടിക്കൊടുക്ക്. ഈ കുട്ടി ഇതെന്റെ മോളാണ്, അവൾക്കൊരു കുറവും വരാതെ നോക്കിക്കൊള്ളണം എന്നല്ലേ പറയേണ്ടത്? കടപ്പാട്ടൂരെ അച്ഛനാണെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് പിടിവിടാതെ കൊണ്ടു നടന്ന് എല്ലാം കാണിച്ചും പറഞ്ഞു തരുമായിരുന്നു. അലീന ഡ്രസ്സ് മാറാൻ വേണ്ടി ബാഗ് തുറന്നു. അപ്പോഴാണ് ബബിത തന്നയച്ച ട്രോളി ബാഗിന്റെ കാര്യം ഓർത്തത്. അവൾ അത് ഉരുട്ടി അലമാരയ്ക്കടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് തുറന്നു നോക്കി. നിറയെ തുണിത്തരങ്ങൾ. സാരി, ചുരിദാർ, സെറ്റുമുണ്ട്, നൈറ്റി, ജീൻസും ടീഷർട്ടും, ദാവണി, എല്ലാം 2-3 വീതം. അലീന അതെല്ലാം കൂടി വാരിയെടുത്ത് നെഞ്ചോടടുപ്പിച്ച് ഒന്ന് വട്ടം കറങ്ങി. ബബിതയെ കെട്ടിപ്പിടിച്ച പോലത്തെ ഒരോർമ്മയിൽ അല്പസമയം അനങ്ങാതെ നിന്നു. പിന്നെ ലഗേജ് അടുക്കാൻ ഒരു സ്ഥലം തിരഞ്ഞു.
അലമാര തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ നിരവധി തുണിത്തരങ്ങൾ ഹാങ്കറുകളിൽ തൂക്കിയിട്ടിരിക്കുന്നു. ചില പ്ലാസ്റ്റിക് കൂടുകൾ തുറക്കുക പോലും ചെയ്യാതെ അങ്ങനെ തന്നെ അലമാര തട്ടിൽ അടുക്കി വെച്ചിരിക്കുന്നു. അലീന പോയി വാതിൽ അടിച്ചിട്ട് തിരികെ വന്ന് ഡ്രസ്സ് മാറി. അലമാരയിൽ കണ്ട ചില ചുരിദാറുകളും നൈറ്റുകളും അവൾ എടുത്ത് മാറി മാറി അണിഞ്ഞു നോക്കി. അവളുടെ ദേഹത്ത് അവയെല്ലാം അയഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. ഒന്നും തനിക്ക് പാകമല്ല. നൈറ്റികൾ നിലത്തുകൂടി ഇഴഞ്ഞു. 24 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ടെന്ന് കേട്ടയുടനെ കേണൽ ഉത്തരവിട്ട് കാണും, പോയി ഒരു ജൗളിക്കട വാങ്ങിക്കൊണ്ടുവരാൻ. ഇവിടുത്തെ ജോലിക്കാരായിരിക്കണം ഡ്രസ്സ് എടുത്തിരിക്കുക. അവർ 24 വയസ്സുള്ള ഒരു തടിച്ചിയെ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാവാം. അലീന അലമാരയുടെയും വാർഡ്രോബിന്റെയും അടുത്തട്ടുകളിൽ തന്റെ ലഗേജ് ക്രമീകരിച്ചു. ബബിത കൊടുത്ത പെട്ടിയിലുണ്ടായിരുന്ന ദാവണിയും പാവാടയും അവൾ മാറ്റി ധരിച്ചു. ചുമരിൽ കണ്ട ഒരു ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. വിശാലമായ ബാത്റൂം. അലീന അതിശയത്തോടെ കുളിമുറിയിലൂടെ നടന്നു. ഒരു കട്ടിലും കൂടി പിടിച്ചിട്ട ഒരാൾക്ക് താമസിക്കാം. അലമാരിയും കസേരയും സ്റ്റൂളും ഒക്കെ അതിനുള്ളിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ മഴത്തോര് മുമ്പേ സീരിയലിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. താങ്ക്